ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സാവിറ്റിക്സ് ഗെയിമിംഗ്. സോ നമ്മൾ ഇന്ന് ഒരു പാവമാണ് ഗൈസ്. നമ്മളുടെ വീട് ആണെങ്കിൽ വാടകയ്ക്കാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ വണ്ടിയായിട്ട് പറയാൻ എന്നുള്ളത് ഒരു സാധനം മാത്രമാണ്. അത് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജോബ് എന്ന് പറയുന്ന ഒരു ഡെലിവറി ബോയിയാണ് ഗൈസ്. ഇത് പാക്കേജൊക്കെ ഡെലിവറി ഇല്ല സാധനമാണ് നമ്മൾ ജോലി. ഓക്കെ, നമുക്ക് ഇപ്പം ഒരു സ്ഥലം വരെ പോകണം ഗൈസ്. എവിടെ നമ്മൾ ലാൻഡ് ലോഡ് വിളിച്ചിരുന്നു. എന്തിനാ ഒരു ഇതിന് ഗൈസ്. ഞാൻ ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വന്നു. കാരണം എനിക്ക് ഒരു സ്ഥലം വരെ പോകണം ലാൻഡ് ലോഡിനെ കാണാൻ. കാരണം അയാൾ എന്നെ വിളിച്ചിരുന്നു. എന്താ പറയുക, അയാൾ ഇവിടെ അടുത്ത് നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളെ വണ്ടി എടുത്തോണ്ട് പോകാം. നമ്മളെ കിണ്ണം വണ്ടി, കിണ്ണനൊന്നും അല്ല, ഒരു പന്ന വണ്ടി, സ്പ്ലെൻഡറാണ്. ഓക്കെ, ഹെൽമെറ്റ് വയ്ക്കാനോ? ഹെൽമെറ്റ് വെക്കണ്ടല്ലേ? ഓ, ഹെൽമെറ്റ് വെച്ചിട്ട് ഇപ്പം എന്തായാലും നേരെ അവനെ കാണാൻ പോകാം കുശ്. ഇനി ഇവിടെ എവിടെ ഉണ്ടല്ലോ. അവിടെ ഒന്നും വണ്ടിയില്ല നോക്കിയിട്ട് നമുക്ക് കയറാവോ? ആരും നോക്കാതെ കയറി ഒരുത്തനെ പോയി ഇടിച്ചാൽ നമ്മളെ കൊടുക്കാൻ പൈസ പോലും ഇല്ല കുശ്. ഞാൻ നോക്കിയിട്ടൊക്കെ കാരണം അയ്യോ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണ. സോറി ചേട്ടാ, വണ്ടി നിർത്തിയിട്ട് എടുത്തോണ്ട് പോടാ ഗൈസ്. അങ്ങനെ കുറേ നേരം വിളിച്ചോണ്ടിരുന്ന് ശരിയാവില്ല. മിണ്ടാതെ നമ്മൾ പണി നോക്കി പോകാം. ഇതാണ് നമ്മളെ ലാൻഡ് ലോഡ് അണ്ണൻ. അണ്ണോയ് ചെറുക്ക, അണ്ണോയ് ചെറുക്ക ഗൈസ്. അണ്ണോയ് ചെറുക്ക, നിന്നെ മര്യാദയ്ക്കെടുത്ത മാസത്തെ പൈസ തന്നോ? നീ നോക്കിക്കോ ഗൈസ്. അങ്ങനെ വിളിച്ചത് അടുത്ത മാസത്തെ പൈസ തരണമെന്ന്. കാരണം അടുത്ത മാസത്തെ അല്ല, ഈ മാസത്തെ പൈസ കൊടുക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ 3 മാസമായി ഇതിൻ്റെ അടച്ചിട്ട്. സോ അത് പൈസ അടയ്ക്കണ്ടേ. സോ അയ്യോ എൻ്റെ വണ്ടി മേരാ വണ്ടി. അയ്യോ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? റോങ് സൈഡ് കയറിയാടാ. സോറി ചേട്ടോയ്. ചുമ്മാ രാവിലെ തൊട്ട് തെറിയിട്ടോണ്ടിരിക്കുന്നു ഗൈസ്. ആ ഫോർച്യൂണർ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുപോയി ഇടിച്ചാൽ ചേട്ടൻ ഇത്ര നേരമായിട്ടും പോയില്ലേ. അങ്ങനെ ഇപ്പോൾ പിടിച്ചേനെ. ഗൈസ്, നമുക്ക് എന്തായാലും നേരെ പോയി നമ്മൾ ജോലിക്ക് പോകാം ഗൈസ്. ഡെലിവറി ജോബ്. നമുക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പറന്നു പോവാം. നമ്മൾ പുറന്നാണ് പോകുന്നത് ഗൈസ്. വണ്ടി മാത്രം ഒരു സൂപ്പർ കാറിനൊക്കെ ഓവർടേക്ക് ചെയ്ത് ആരും ഇടിക്കാതെ പോകും ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഇടിച്ച സീനാവും. പൈസ ഇല്ല. ഇതാണ് നമ്മളെ ബിൽഡിങ്. ഓക്കെ, നമ്മൾ ജോലി ചെയ്യുന്ന വലിയ ബിൽഡിങ് വലുതായിട്ടൊന്നുമില്ല. ഞാൻ പാക്കേജ് എല്ലാം വണ്ടിക്കകത്ത് എടുത്ത് വെച്ച് ബോസ് കുറേ ചീത്ത വിളിച്ച് ലേറ്റായതിന്. ഇങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അയ്യോ വണ്ടി ഇടിക്കല്ലേ. ഇതുവഴി പോകാൻ കോഴിച്ച്. ഇതുവഴി പോയിട്ട് നേരെ ഇങ്ങോട്ട് പോകാം. പോയിട്ട് മരയൊക്കെ ഓവർടേക്കിട്ട് പോകാൻ കോഴിച്ച്. യോ ഇടിക്കല്ലേ. മാറ് ദേക്കോ കോയിൻ. വണ്ടി പറയെ കുടിച്ചാ ചേച്ചി. ഈ ചേച്ചിക്കാണ് നമ്മൾ ഡെലിവറി കൊടുക്കേണ്ടത്. ചേച്ചി എന്താ ചെറുക്ക, ചേച്ചി ഡെലിവറി വേണ്ടേ? തന്നിട്ട് പോട്ടാ എന്നാ. താങ്ക്സ്. ചേച്ചിക്ക് ഡെലിവറി കൊടുത്തു. ഇനി അടുത്ത ഒരു ചേട്ടൻ നിങ്ങൾ കൊടുക്കണം ഗൈസ്. ആ ചേട്ടൻ നിങ്ങൾ കൊടുത്തിട്ട് ഞാൻ പിന്നെ നിങ്ങൾ രാത്രി ആകുമ്പോൾ വിളിക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ചേട്ടന് പോയി കൊടുക്കാം. ചേട്ടാ പോയി അപ്പുറത്തെ എവിടെയോ ആടുന്നു ഗൈസ്. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? ചേട്ടോയി എന്താ ചെറുക്കോ? ചേട്ടൻ എന്താ ഭയങ്കര ഡീപ്പ് വോയിസ്. എനിക്ക് പുറകെ വോയിസും കാണും. നിനക്കെന്താ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തി എന്നാ നിൽക്കുന്നു വെച്ചാൽ? അതൊന്നുമില്ല ചേട്ടൻ ഞാൻ ഡെലിവറി ഉണ്ട്. ഡെലിവറി അതെൻ്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ പോലെ പൊട്ടാ. ദൈവം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബീസ്. ഈ ചെറുക്കൻ എന്താണോ എന്തോ. ഞാൻ ചോനെ ചെറുക്കണെന്ന് വിളിക്കുന്ന പടകളവനെ. നമ്മളിപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷിഫ്റ്റ്. നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോകാം ഗൂസ്. വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാം. കാരണം ഇപ്പോൾ രാത്രിയായി. ഇവിടുത്തെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൂസ്. ചെറുതായിട്ട് വിളിച്ചു നോക്കാൻ കാണും അവിടെ. മണ്ണേ
അവൻ്റെ വണ്ടി ഇടിച്ച് പൊട്ടിച്ച് ഗോയ്സ്. റൺ റൺ പേത്തിയും കഴിയോ ഗോയ്സ്. ആരാ വിളിക്കുന്നു? നിക്ക് ആരാ വിളിക്കുന്നു ഗോയ്സ്? ഹലോ, പോലീസ് സ്റ്റേഷനാണ്. പെട്ടെന്ന് ഒന്ന് വരേണ്ടതാണ്. തനിക്കെതിരെ ഒരു കേസുണ്ട്. എന്തിനാ കേസ്? ഒരു കേസുണ്ട് ഗോയ്സ്. വണ്ടി ഇടിച്ച് പൊട്ടിച്ചതിന്, ഏതൊരു വണ്ടി ഇടിച്ച് പൊട്ടിച്ചതിന് കേസുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫോർച്യൂണർ ഇടിച്ചില്ലേ, അതിൻ്റെ കേസാണ് ഗോയ്സ്. നമുക്ക് എന്തായാലും ഓടിപ്പോവാം. പിന്നെ ഒരു പെറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പെറ്റി മറ്റേ ഇവിടെ നിന്ന് ഹെൽമെറ്റ് ഇല്ലാതെ പോയതിനായിരിക്കും. വണ്ടി വേണം. എന്തായാലും പോയി ചോദിച്ചു നോക്കാം. വന്നോ? നിൻ്റെ പേരിലല്ലേ മറ്റേ കേസുള്ളൂ? കേൾക്കുന്ന ഗോയ്സ്. ഇത്ര കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്യൊന്നും വേണ്ട. വല്ല റോഡ് സൈഡിലും കൊണ്ടിടും നിൻ്റെ വണ്ടി. പോലീസായി പോലെ ഇങ്ങോട്ട് തറഞ്ഞേനെ. എന്താന്ന് പറഞ്ഞ? ഒന്നുമില്ല. എങ്ങനും പോലീസിൻ്റെ തോക്കടേ പോയി. അതുകൊണ്ട് നമുക്ക് മിണ്ടാതെ നമ്മളെ വണ്ടി വീണ് കടക്കട്ട്. വലിയ മാസിട്ടൊന്നും നടക്കണ്ട. നീ വലിയ മറ്റൊന്നും അല്ലല്ലോ. ആഞ്ജനേയ സ്വാമി. പോലീസ് ചേട്ടാ എന്തുവാണ് കേസ്? കേസെന്ന് പറഞ്ഞ മോനെ, നിനക്കെതിരെ ഒരു വണ്ടി ഇടിച്ചതിനൊരു കേസുണ്ട്, പിന്നെ പെറ്റിക്കൊരു കേസുമുണ്ട്. അതിന് കൂടുതലൊന്നും നീ പറയണ്ട. പെറ്റിക്കൊരു 10,000 രൂപയും പിന്നെ വണ്ടി ഇടിച്ചതിനൊരു 20,000 രൂപ, ടോട്ടൽ 30,000 രൂപ ഇങ്ങോട്ട് വന്നിട്ട് നീ കൂടുതൽ ചെലച്ചാൽ മതി. 30,000 രൂപയെന്ന് 30,000 രൂപയ്ക്ക് ഞാൻ ഇനി മോളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണോ? എന്തായാലും നമുക്ക് ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇങ്ങനെ പോയി പോയി കിടന്നുറങ്ങാം. പോയി കിടന്നുറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം നമുക്ക് നാളെ രാവിലെ പണിക്ക് പോകണ്ടേ? വണ്ടിയിൽ നിന്ന് വഴി എടുത്ത് മാറ്റാനാ? ഉള്ളൂടോ, വഴിയിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റാൻ. നാക്ക് വഴിയിട്ട് വന്നു പോയി പൊട്ടനാ. എന്നാലും നമുക്ക് വണ്ടി കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇടാം. ഇവിടെ എവിടെയെങ്കിലും മതി. ഇത്രയും വലിയ സ്ഥലമില്ല, നമ്മളെ വണ്ടി ഇത്രയും തരത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും കിടന്നോളും. ഓക്കെ, നമുക്കിവിടെ ഇടാം വണ്ടി. ഇവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം. ചുക്കു ഉറങ്ങിയിട്ടില്ല പ്ലീസ്. ഇപ്പോൾ ഒരു 5 മണിയായി കാണും. അത്യാവശ്യം വിളിച്ചൊക്കെ ഉണ്ട്. 5 മണിയായി കാണും. 5 മണിക്ക് എന്നെ ഒരു കോൾ വിളിച്ചിട്ട് പറയണം നേരെ അവിടെ വരണം, ഓഫീസിൽ വരണം, ഒരു ഡെലിവറി കൊടുക്കാനുണ്ടെന്ന്. എന്തോന്ന് ഡെലിവറി 5 മണിക്ക്? അന്നാ കൊള്ളാലോ പരിപാടി. എന്തായാലും നമുക്ക് എന്തായാലും നേരെ പോയി ഡെലിവറി എടുക്കാം. തോന്നുന്നുണ്ട് ഡെലിവറി ആണോ എന്തോ. ഓടിപ്പോയി എടുക്കാം ഗുയ്സ്. ഡെലിവറി അല്ലേ, നമുക്ക് പൈസ കിട്ടൂലേ? എക്സ്ട്രാ പൈസ തരാമെന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമുക്കെല്ലാവരും ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് പോകാം ഗുയ്സ്. ഒരു ബോക്സ് എങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് പറയണത്. ഒരു ബോക്സ് ആയാലും 2-3 ബോക്സ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കണം. തിരിഞ്ഞിട്ടൊരു ചേച്ചിയുടെ കയ്യിലാണ് കുറിക്കേണ്ടത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ബോക്സ് എടുത്തിട്ട് പോകാം ഗൈസ്. ഞാൻ നിങ്ങളെ ബോക്സ് എടുത്തിട്ട് വിളിക്കാം. ഓക്കെ ഗൈസ്, ബോക്സ് എടുത്തിട്ടുണ്ട്. ബോക്സൊക്കെ എടുത്ത് ഞാൻ ആ വണ്ടിക്കകത്ത് വെച്ച്, വലിയ അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല ഗുയ്സ്. എൻ്റെ എന്തൊക്കെ വെള്ളം പൊടിയൊക്കെ വന്നു. എന്താണോ എന്തോ ഗുയ്സ്. അവിടെ ഇവിടെ തന്നെ ചീത്ത വിളിക്കുന്നു ഗുയ്സ്. കാരണം അത് ചെറിയ വണ്ടിയിൽ കൊണ്ട് ഇടിച്ച് പൊട്ടൻ. വഴി കാണിത്തടാ. കിട്ടി. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം. അതുകൊണ്ട് അവിടെ ഇവിടെ ഒരു കറുത്ത ചേച്ചി, ഡ്രസ്സിട്ട ചേച്ചി കാണുന്നു. അതുകൊണ്ട് ചേച്ചി ടാത്ര ചേച്ചി എന്തറി ഇന്ന് നീ എന്താ ഒരു കറുത്ത വണ്ടിയൊക്കെ കൊണ്ടിട്ടെടുത്തു തോന്നുന്നു. ആ ചേച്ചി ഒരു ബോക്സ് ഡെലിവറി തന്നെ അങ്ങോട്ട് മാറിയിരി. കിട്ടി. അത് നമുക്ക് എന്തായാലും പോകാം. വണ്ടി മാറ്റി തരാം. ഞാൻ ഗ്യാങ്സ്റ്ററാണ്. എന്തോന്ന്? നീ ഇപ്പം അതൊന്നും അറിയണം, അങ്ങോട്ട് മാറിയിരുന്നാൽ മതി. കിട്ടി. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് പോകാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പോലും. എന്തായാലും നമുക്ക് എന്തായാലും പോവാം. പറയുന്നൊക്കെ ശബ്ദം കേൾക്കുന്നു. പറയുന്നൊക്കെ ശബ്ദം കേൾക്കുന്ന നമ്മളെന്ത് പോലീസ് എന്തോ യു ആർ അണ്ടർ അറസ്റ്റ് ഓർ അൺനെസസറി എന്തൊക്കെയാ പറയണം ഗോയ്സ്. നമുക്കെന്തായാലും ഓടി രക്ഷപ്പെടാം. അമ്മ
യോ ഗോയ്സ് രക്ഷപ്പെടണേ അമ്മ. നമുക്ക് എന്തായാലും പറത്തി വിടാൻ ഗോയ്സ്. ഈ രാത്രിയൊക്കെ എവിടെ നിന്നാ പോലീസ് വരണേ? ഞാൻ അതാണ് ആലോചിക്കണേ. ഈ പോലീസൊക്കെ രാത്രി ഡ്യൂട്ടിയിലിരിക്കുമോ? നമുക്കിപ്പോൾ പൊട്ടത്തരമൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. എന്തായാലും രക്ഷപ്പെടാൻ ഗോയ്സ്. അയ്യോ ദോ വരണം പിറകിൽ നിന്നൊക്കെ ഫുൾ ചേസാണ് ഗോയ്സ്. ഞാൻ എന്ത് ചെയ്ത് എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തു ചെയ്തെന്ന്. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ആക്കാൻ. ഞാനൊരു വളരെ മാന്യമായി ജീവിക്കുന്ന ഒരാളായിട്ടും എന്നെ ഒന്ന് ഇങ്ങനെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടാകുമാർക്ക് ഞാൻ എന്ത് ചെയ്ത്? നിങ്ങളതറിയാമോ ഞാൻ എന്ത് ചെയ്തെന്ന് പറ ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഫുൾ പോലീസ് വട്ടം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. വാണ്ടടാണ് ഇപ്പം. എന്താണോ എന്തോ ഗൈസ്. ദോ മാറി നിൽക്കടാ മുണ്ടക്കിൽ ചെയ്ത് ഗൈസ്. രക്ഷപ്പെട്ടേ 1 സ്റ്റാർ പോയേ ഗൈസ്. 1 സ്റ്റാർ ഉണ്ടായിരുന്നു. എന്താണോ എന്തോ ഞാൻ എന്ത് ചെയ്ത്? ഞാൻ സോമ വിളിക്കുന്നു. സോമ ഹലോ. ഇവിടെ നീ പെട്ടെന്നൊന്ന് വാടാ ജംഗ്ഷൻ്റെ അവിടെ. വരടാ സോമ. സോമനാണ് വിളിച്ച് പറഞ്ഞത്. അവൻ പറഞ്ഞ് പെട്ടെന്ന് ആ ജംഗ്ഷൻ്റെ അവിടെ വരാം. നമ്മൾ കൂട്ടുകാരെ ഞാൻ നോക്കിച്ചു. ഓക്കെ, നമുക്കപ്പം നേരെ സോമൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ജംഗ്ഷനിൽ പോവാം. അവൻ ഭയങ്കര പണക്കാരനാണ് ഗൂസ്. ഇങ്ങനെയാണോ എന്തോ അവന് ഇത്രയും പൈസ ഉണ്ടാവണേ? എന്തായാലും നമുക്ക് എന്നിട്ട് പറത്തി വിടാം. വഴിമാറി തടാ ബുഗാട്ടി. അതാരടാ നീ എന്ത് മൈക്രോഫോൺ വെച്ചോ ഉണ്ടാക്കിയിരിക്കണേ? എന്തായാലും നമുക്ക് നേരെ പോയി സോമനെ കാണാം. സോമൻ ഇവിടെ നിന്നോ വരുമെന്നാണ് പറഞ്ഞ്. ഇവിടെയാണ് എന്താ വരുമെന്ന് പറഞ്ഞ് ജംഗ്ഷൻ്റെ ഇവിടെ. സോമൻ്റെ വണ്ടി. സോമ രാജേ ഇങ്ങോട്ട് വാടാ. അതെന്ത് പോയി സോമൻ്റെ ശബ്ദത്തിൽ പെട്ടെന്നൊരു മാറ്റം. യവനടി നാഗവല്യ. മര്യാദയ്ക്ക് അന്ന് പാക്കേജ് കൊടുത്തത് മറച്ചു വെച്ചില്ലെങ്കിൽ നീ പിന്നെ ബാക്കി കാണൂല. ഞാൻ തേടാ നിന്നെ? അതൊന്നും എനിക്കറിയണ്ട. ഇനി എൻ്റെ അടുത്ത് മിണ്ടിപ്പോരുത് ഗൈസ്. നമ്മളെ സോമനും നമ്മളെ ചതിച്ച്. ഞാൻ എന്തോന്ന് ചെയ്തു ഗൈസ്? അവന് ഒരു പാക്കേജ് ഡെലിവറി ചെയ്തതിനാണ് നമ്മളെ പേടി ഇത്രയും പ്രശ്നം. നോക്കിക്കോ ഞാൻ തിരിച്ചു വരും. പണ്ടത്തെ പോലെ ഒന്നും കൂടി ഞാൻ ഒരു വരക്കം വരും. അതിങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടും പോലെ ഞമ്മടെയൊക്കെ നോക്കിക്കോ. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത്ര പാവമായിട്ട് ജീവിച്ചാലൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു കലക്കാം. ഇവിടുത്തെ സിറ്റിയിലെ കിങ് ആഘോഷ് നോക്കിക്കോ. നമുക്കെന്തായാലും ട്രെയിൻ ചെയ്ത് വലിയ ഓളാവാൻ കണ്ട. നമ്മളിപ്പോൾ പണ്ടത്തെ ആളൊന്നുമല്ല. ഈ വീട് ഞാൻ മൊത്തം അങ്ങ് മേടിച്ച് അങ്ങേറാം. എല്ലാം കൊടുത്ത് ഞാൻ അങ്ങ് മേടിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ രണ്ട് വണ്ടിയേ ഉള്ളൂ. അതിന് 2 എണ്ണം കുന്ന സാധനങ്ങളാണ്. നമ്മളെ സ്പ്ലെൻഡർ അവിടെ കിടപ്പുണ്ട്. നമ്മൾ മേടിച്ചതാണ് ഈ വണ്ടി. ഇത് AMG ആണ്. മെർസിഡീസ്. തൊട്ടപ്പുറത്താണ് ഫോർച്യൂണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട്.